നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഗട്ട്, നമ്മുടെ ആമാശയവും കുടലും ഒന്നും കേവലം ദഹനത്തിന് വേണ്ടി മാത്രമുള്ള അവയവങ്ങളല്ല എന്നുള്ളത്. നമ്മുടെ കുടലിൽ ട്രില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, അതുപോലെ വൈറസും ഫംഗസും ഒക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത്. ഈ ഗട്ട് മൈക്രോബയോമിൻ്റെ അസന്തുലിതാവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് നല്ല ബാക്ടീരിയകളുടെയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയാണ് നമ്മുടെ മിക്ക അസുഖങ്ങളുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു 4 കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് പ്രിസർവേറ്റീവ്സ് ചേർത്ത പാക്കറ്റ് ഫുഡ്സ് കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൊതുവിലുള്ള ഒരു പറച്ചിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പാക്കറ്റ് ഒരു തവണ കീറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടലിനെ ഒരു തവണ കീറുന്നു എന്നാണ് പറയുക. ഈ പറയുന്ന പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള പാക്കറ്റ് ഫുഡ്സ് കഴിക്കുന്നത് ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറക്കുകയും ചെയ്യും. രണ്ടാമത്തേത് മധുരം കഴിക്കുന്നതാണ്. മുൻപത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ചീത്ത ബാക്ടീരിയകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് മധുരം. അപ്പം മധുരം കഴിക്കുന്നത് വഴി ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കും, നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയും ചെയ്യും. കഴിയുമെങ്കിൽ മധുരം നിർത്തുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മൂന്നാമത്തേത് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതാണ്. ഈ പറയുന്ന ജങ്ക് ഫുഡ്സ്, അൺഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് ഇതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറക്കാനും കാരണമാകുന്ന ഒന്നാണ്. നാലാമത്തേത്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയും എക്സസൈസ്, വ്യായാമം ചെയ്യാതിരിക്കുകയും എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുടലിലെ ഗട്ട് മൈക്രോബയോം, കുടലിലെ ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നതിന്, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുകയും മെറ്റബോളിക് ഡിസീസ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകും എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഇത്തരം ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.